കുട്ടുമണി ആ പ്രാവിനെ ചവിട്ടല്ലേ, അമ്മ തീറ്റ കൊടുക്കട്ടെ. അയ്യോ ഞാൻ ഇവിടെ നിൽക്കാം. ആ മോൻ അവിടെ നിന്നു, അമ്മ എങ്ങനെ തീറ്റ കൊടുക്കട്ടെ. ഈയിടെയായിട്ട് തുടങ്ങിയ അസുഖം എനിക്ക് ഈ പ്രാവിനെ വളർത്തല്. അതെന്താ ചേട്ടാ, ഒരു രസമല്ലേ? അച്ഛൻ നല്ല രസാ പ്രാവിനെയൊക്കെ കാണാന്. അച്ഛനും കൂടെ കൊടുക്ക തീറ്റ. പിന്നെ ഞാൻ തീറ്റ കൊടുത്ത് അവളെങ്കിൽ ഇതിനായിട്ടിരിക്കുമല്ലേ, വീട്ടിൽ ഒരു ജോലി നടക്കുന്നില്ലല്ലോ, പ്രാവിന്റെ പുറകെ നടന്നു. നീ കേട്ടോടി. ചേട്ടൻ കുറേ ദിവസം കൂടെ തുടങ്ങിയതല്ലേ പ്രാവിന്റെ കാര്യം പറഞ്ഞ വഴക്ക്. ഞാൻ പ്രാവിനെ വളർത്തുന്നതിന് ചേട്ടൻ എന്താ നഷ്ടം? ഞാൻ വീട്ടിലെ ജോലിയൊന്നും ചെയ്യുന്നില്ല, പിന്നെ ആരാ ചെയ്യുന്നത്? ചേട്ടനാണ് ചെയ്യുന്നത്. പ്രാവുകള് എടി ഞാൻ ഇന്നലെ ജോലിക്ക് കൊണ്ട് ഷർട്ട് നീ കഴുകിട്ടോ, നീ ഒന്ന് കൊണ്ട് കൂട്ടിയിട്ടേക്കുമല്ലയോ? എനിക്ക് ഇന്ന് ഭയങ്കര ഫംഗ്ഷന് പോകണ്ടെന്നോട്ട് ആ നല്ല ഷർട്ട് വേണമെന്ന് പറഞ്ഞല്ലോ നിന്നോട്. അതിനെന്താ ചേട്ടൻ അത് മാത്രമേ എടുത്തുള്ളൂ, വേറെ ഉണ്ടല്ലോ, പിന്നെന്താ? നീ അവിടെ പ്രാവിനെ വളർത്തിയിരുന്നു കേട്ടോടി. ഞാൻ ഈ പ്രാവിനെ എല്ലാം കൊണ്ട് കൊടുക്കാൻ പോവാ ആർക്കെങ്കിലും, അപ്പൊ നിങ്ങൾ അഹങ്കാരം തീരുമല്ലോ. ഈ പ്രാവിനെല്ലാം കൊണ്ടുപോകാം ഇവിടുന്ന്, സമാധാനം കിട്ടും അപ്പോഴും. ഇല്ല മോനെ, ഞാൻ കൊണ്ടുപോവാ, ഞാൻ കൊണ്ട് കൊടുക്കാൻ പോവാ ആർക്കെങ്കിലും. ഇന്റെ കുട്ടുകാരൻ നീ എന്തൊക്കെ പറഞ്ഞ ഞാൻ കൊണ്ടുപോവാ. കണ്ടില്ല അമ്മ മനുഷ്യരെങ്കിൽ ദേഷ്യപ്പെട്ട് പോയത്. കുറെ ദിവസം കൊണ്ട് തുടങ്ങിയ വഴക്ക് പ്രാവിന്റെ കാര്യം പറഞ്ഞോണ്ട്. ഓ ഞാൻ ഈ പ്രാവിനെല്ലാം കൊണ്ട് കൊടുക്കാൻ പോവാ. അമ്മ അവിടെ കുട്ടുന്നു കിടന്ന് ഭയങ്കര കരച്ചില്ല, ഞാൻ അമ്മയെ വിളിക്കാൻ വന്നത്. അവനെന്തിനാ കരയുന്നത്? ഭയങ്കര കരച്ചില്ല, ഞാൻ ചോദിച്ചിട്ട് കാര്യമൊന്നും പറയുന്നില്ല. ഞാൻ ഈ പ്രാവിനെ കൊണ്ട് കൊടുക്കാൻ പോകുന്നതിന് അവൻ കരയുന്നത്. അയ്യോ എന്തിനാ ഈ പ്രാവിനെ കൊണ്ട് കൊടുക്കുന്നേ? നിങ്ങൾ അച്ഛൻ കാരണം. അച്ഛൻ അയ്യേക്ക് സമാധാനം തരുന്നുണ്ടോ? കുറെ ദിവസമായി തുടങ്ങിയിട്ട് പ്രാവിന്റെ ഉറങ്ങി നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജോലി എന്നോട് ചെയ്യത്തില്ലെന്ന്. പിന്നെ ആരാ ചെയ്യുന്നത്? അയാളോ? എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ എനിക്ക്. ഞാൻ ഇതിനെ പ്രാവിനെല്ലാം കൊണ്ട് കൊടുക്കട്ടെ, അപ്പൊ തീരുവട്ടെ അഹങ്കാരമൊക്കെ. അമ്മ എന്തോ അമ്മ അച്ഛൻ അതും ഇതൊക്കെ പറഞ്ഞു അമ്മ ഇതിന് ഈ പ്രാവിനെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നേ? ഓ എത്ര പ്രാവാ, നമ്മളിപ്പോ വാങ്ങിച്ചിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. നല്ല പ്രാവുകളായിരുന്നു. കുട്ടവും നടന്ന് ഭയങ്കര കരച്ചില്ലേ. ആ അവനെ നീ സമാധാനിപ്പിച്ചാൽ മതി. ഞാൻ എന്തായാലും പ്രാവിനെ കൊണ്ട് പോവാ. വണ്ടി എടുത്തോണ്ട് വരട്ടെ, ഡ്രസ് കൂടെ മാറ്റിക്കൊണ്ട് വരട്ടെ പോയി. അയ്യോ ഈ അമ്മയുടെ ഒരു കാര്യം, പാവം പ്രാവുകള്. മോളെ ആ കൂടെടുത്ത് ഈ വണ്ടിക്കകത്ത് കയറ്റി വെച്ചേ. എനിക്ക് സമാധാനം തരുന്നില്ല, എനിക്ക് വയ്ക്കാറുണ്ട് വഴക്ക് കേൾക്കാന്. കുട്ടുമണി നീ കരയണ്ട, ചേച്ചി നിനക്ക് വേറെ വാങ്ങിച്ചു തരാം തത്ത കേട്ടാ. എന്ന് വാങ്ങിച്ചു തരൂ? എന്റെ ഒരു കൂട്ടുകാരിക്ക് തത്തയുണ്ട്, അവളെനിക്ക് ആ തത്തയെ കൊടുക്കാൻ എന്നാ പറഞ്ഞു. നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം കേട്ടാ. ഇട്ടോ ചേച്ചി. എനിക്ക് ഇങ്ങനെ ഞാൻ കൂടെടുത്തിനകത്ത് കയറ്റി വെക്കാനേ വണ്ടിയിലിട്ട്. വെക്കാമേ മതി, അങ്ങനെ വെച്ചാ മതിയോ? മതി. എടാ അമ്മയ്ക്ക് എങ്ങനെ നല്ല വഴക്ക് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ, അതുകൊണ്ട് എത്ര ദേഷ്യം. അച്ഛൻ എന്തോ കുഴപ്പം പ്രാവിനെ വളർത്തുന്നതിന്? ആ അമ്മ ഇവിടെ ജോലി ചെയ്യുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, പ്രാവിന്റെ പുറകെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വഴക്കുണ്ടാക്കുന്നത്. നിനക്ക് എന്തായാലും കത്തയെ വാങ്ങിച്ചു തരാം ഞാൻ. അതാകുമ്പോ ഒരെണ്ണല്ലേ ഉള്ളൂ, അതാ പിന്നെ അമ്മ ജോലി ചെയ്തോളൂ. ഇതേതാ വീട്? വലിയ വീടാണല്ലോ. വലിയ വീട്ടുകാരാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വളർത്തിക്കോളും പ്രാവിനെ. ഒരമ്മ വരുന്നുണ്ടല്ലോ, ചോദിച്ചു നോക്കാം. ആരാ? എന്ത് വേണം? മാമ ഞാനാണെങ്കിലേ പ്രാവിനെ കൊണ്ട് വന്നായിരുന്നു. ഇവിടെ ആണെങ്കിൽ എടുക്കുവോ? പ്രാവിനെ വളർത്താൻ വേണോ? അയ്യോ പ്രാവോ? പ്രാവൊന്നും ഇവിടെ വേണ്ട. ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ഇവിടെ താമസം. ഭാര്യയ്ക്ക് അങ്ങനെ സുഖമൊന്നും ഇല്ല, അവൾക്ക് അങ്ങനെ പ്രാവിനെ നോക്കാനുള്ള ശേഷിയൊന്നും ഇല്ല. ഓ ഇവിടെ വേണ്ട കേട്ടോ, കൊണ്ടുപോയിക്കോ. ആ ശരി. ശരി ഇനിയിപ്പോ എവിടെ കൊണ്ടുപോയതിനെ? ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ, എപ്പോഴാ പ്രാവ്. എന്റെ നിയമം ഞാൻ പോയി എവിടെ എത്തി? കൊടും കാടങ്ങാണ്ടായല്ലോ, പെട്ടുപോയല്ലോ. ദാഹിച്ചിട്ടാണെങ്കിൽ തീരെ വയ്യ. ഇവിടെ ആണെങ്കിൽ ഒരു വീട് കാണുന്നു. ഓ ഇവിടെ പിന്നെ താമസക്കാരൊന്നും കാണത്തില്ലല്ലോ. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു പോണം. ഓ എനിക്കിനി വഴി അറിയാൻ വയ്യല്ലോ, ഫോണാക്കി എടുക്കാനും മറന്നുപോയി. ഇത് വീടായിട്ട് നീ കിണറും എല്ലാം കാണും അവിടെ. ദാഹിച്ചെങ്കിൽ തൊണ്ട പൊട്ടുന്നു. ആരാ അവിടെ? ഒരാൾ നിൽക്കുന്നവരെ. അമ്മച്ചി വെള്ളം ഉണ്ടെന്ന് ചോദിക്കാം അവരോട്. അമ്മച്ചി കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമോ? വെള്ളോ? വെള്ളം കൊണ്ടുതരാം. എന്തി അവരെ കാണുന്നില്ലല്ലോ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഇവളെന്തിനാ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു? അവക്ക് വെള്ളം കൊടുക്കാം ഞാനിപ്പോ. അമ്മച്ചി അമ്മച്ചി വെള്ളം ഉണ്ടോ അമ്മച്ചി? ഉണ്ട് കൊണ്ടുവരാം. എന്നാ വെള്ളം. അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാണോ അമ്മച്ചി താമസം? മക്കളൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ താമസം. നീ എന്താ ഇവിടെ വന്നേ? ഞാനോ? എന്താ കരയുന്ന മണം കേൾക്കുന്നേ? അയ്യോ ഞാൻ അടുപ്പത്തൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വരാവേ. ഹോ അവള് കാരണം വേഗം വെച്ചിരുന്ന ആ പറവ കരിഞ്ഞു പോയല്ലോ. കുഴപ്പമില്ല, വേറൊരു കിളിയെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഈ കിളിയെ മതി ഇന്നത്തേക്കിനി. മറ്റേ കിളി പോട്ടെ, കരിഞ്ഞു പോയെങ്കിൽ പോട്ടെ. ഒന്നുകൂടി ഇതിനെ അടുപ്പേ വെച്ചിട്ട് ഇനി ശരിയാക്കാം. ഈ കിളി അല്ലെങ്കിൽ വേറെ കിളി, എല്ലാ കിളികളും എൻ്റെ ഈ വാൾമുനയ്ക്കുള്ളതേ ഉള്ളൂ. ഇത് നിന്ന് കഴിഞ്ഞിട്ട് ഇനി വേറെ കിളികളെ പിടിക്കാൻ പോണം, എനിക്ക് തിന്നണ്ടേ. വെള്ളം മൊത്തം കുടിച്ചാ നീ? അമ്മജി താങ്ക്സ്. അയ്യോ എനിക്ക് അത്രയ്ക്ക് ദാഹിച്ചിരിക്കുവായിരുന്നു, ഞാൻ ഒരു കുപ്പി വെള്ളവും കുടിച്ച്. നീ എവിടെ വന്നാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നതല്ല അമ്മച്ചി, ഞാനാണെങ്കിലേ വഴി തെറ്റി ഈ വഴി വന്നതാ.
ഞാനാണെങ്കിൽ കുറെ പ്രാവിനെയാണെങ്കിൽ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഭർത്താവാണെങ്കിൽ വഴക്കുണ്ടാക്കിയ പ്രാവിനെ കൊണ്ട് കളാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ദേഷ്യത്തിനാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ പ്രാവിനെയാണെങ്കിൽ ഈ കൂടിനകത്താക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാവോ? ആ അതെ അമ്മച്ചി, എന്റെ ഈ വണ്ടിക്കകത്തിരിക്കുന്ന കൂട് കണ്ടില്ലേ, അത് നിറച്ച പ്രാവുകളാ. 2-3 വീടുകൾ ഞാൻ ചോദിച്ചു അവർക്ക് വേണമെന്ന് വളർത്താന്. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് വേണ്ടാന്ന്, വളർത്താൻ പാടാന്ന് പറഞ്ഞ്. ഓ പിന്നെ ഞാനിങ്ങനെ വേറെ വീടുകൾ നോക്കി പോവായിരുന്നു ഇങ്ങനെ. അപ്പോഴിങ്ങനെ വഴി തെറ്റി ഈ കാട്ടി വന്ന് വെട്ടത്. പിന്നെ ഇപ്പൊ അമ്മച്ചിയെ കണ്ടോണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റിയല്ലോ. അപ്പൊ നിന്റെ കയ്യിൽ കുറെ പ്രാവുകളുണ്ടല്ലേ? അതെ അമ്മച്ചി, ആർക്കെങ്കിലും കൊടുക്കണം വളർത്താൻ വേണ്ടിട്ട്. നന്നായിട്ട് വളർത്തുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് വേണം കൊടുക്കാൻ. നീ വേറെ ആരെയും അന്വേഷിച്ചു പോകണ്ട. ഞാനാണെങ്കിൽ കിളികളെ നന്നായിട്ടാ വളർത്തുന്നേ. ആണോ അമ്മച്ചി? അമ്മച്ചി കിളികളൊക്കെ വളർത്തോ? ഞാൻ കിളികളൊക്കെ ഇഷ്ടം പോലെ വളർത്തും. അയ്യോ, എന്നാ പിന്നെ ഈ പ്രാവുകളെ അമ്മച്ചി എടുത്തോ. നല്ല രീതിയിൽ വളർത്തിയാൽ മതി. പൈസ ഒന്നും തരണ്ട, ഫ്രീ ആയിട്ട് എടുത്തോ. എന്നാ ഞാൻ ഇങ്ങോട്ട് വെച്ചേരെ. അമ്മച്ചി കണ്ടുമുട്ടി എന്ത് ഭാഗ്യമായി പോയി. ഇത് നിറയെ പ്രാവുകൾ അമ്മച്ചി. എന്റെ ഭർത്താവിന് ഇതൊന്നും വളർത്താൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ലോകത്ത് എത്രയോ പേരുണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ളതല്ലേ. അതെ അതെ, കിളികളെന്ന് വെച്ചാ എനിക്ക് ജീവനാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ അമ്മച്ചി, ഈ രാത്രി നേരെ ഇരുട്ടി, എനിക്ക് ഈ വഴി അറിയത്തുമില്ല. കിളികളെ വേട്ടയാടി തിന്നുന്ന എനിക്ക് കിളികളെ ഇവിടെ കൊണ്ടു തന്നേക്കുന്നു. ഇത്രയും കിളികളുണ്ട് ഇതിനകത്ത്, ഓരോ ദിവസം ഓരോന്നിനെ തിന്നാം. വണ്ടി തിന്നു പോയല്ലോ. സ്റ്റാർട്ട് ആകാൻ എത്ര നോക്കിട്ട് പറ്റുന്നില്ല. നിങ്ങൾ ആരാ? അയ്യോ, നിങ്ങളാരാ? ഞാൻ കുള്ളൻ. യോ ചേട്ടാ, എന്റെ വണ്ടി ആണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല. ഇവിടെ വന്നപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആയിപ്പോയി. ചേട്ടാ ഒന്ന് നോക്കൂ എന്റെ വണ്ടി ശരിയാക്കാന്. അയ്യോ, ഞങ്ങൾ ഈ കാട്ടുവാസികൾക്ക് ഈ വണ്ടിയുടെ പരിപാടിയൊന്നും അറിയത്തില്ല. പിന്നെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന ഒരു താമസക്കാരനുണ്ടായിരുന്നു. അയാളാണെങ്കിൽ ശരിയാക്കും. അയാൾ ഇനിയിപ്പോ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഇങ്ങോട്ട്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. ജംഗ്ഷനിലോട്ട് പോണെങ്കിൽ ഏത് വഴി പോണം? ജംഗ്ഷനിലോട്ട് കുറെ പോണം. അയ്യോ, ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാവോ? ഇത് ഉൾക്കാടാ, ഉൾവനം. ഇവിടുന്ന് ഇനി ഒരുപാടുണ്ട്. എന്താ ഇവിടെ വന്ന് പെട്ടതാണോ? ഞാൻ എന്റെ പ്രാവുകളെ വെക്കാൻ വേണ്ടിട്ട് ഈ വണ്ടി കൊണ്ട് ഇറങ്ങിയതാ. പ്രാവുകളാണെങ്കിൽ ഒരു കൂട്ടിനകത്താക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നതാ. പിന്നെ ആണെങ്കിൽ വഴി തെറ്റിപ്പോയി, ഈ കാട്ടിനകത്ത് പെട്ടുപോയി. ആഹാ, എന്നിട്ട് പ്രാവുകൾ എവിടെ പോയി? പ്രാവുകളാണെങ്കിൽ ഒരു അമ്മച്ചിക്ക് കൊടുത്തു ചേട്ടാ. അവരാണെങ്കിൽ വളർത്തിക്കളാന്ന് പറഞ്ഞ്. അമ്മച്ചിക്കോ? ആ, ഒരു അമ്മച്ചിക്ക് കൊടുത്തു. ഒരു 2 നില വീടുണ്ടല്ലോ, ഒരു പൊളിഞ്ഞ ഒരു വീട്, ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ. ആ വീട്ടിൽ അമ്മച്ചിയെ കൊടുത്തത്. അവരാണെങ്കിൽ നല്ലപോലെ വളർത്തിക്കളാന്ന് പറഞ്ഞു പ്രാവിനെ. അവർക്ക് കൊടുത്തു നിങ്ങൾ പ്രാവിനെ? എന്താ ചേട്ടാ, അവര് നന്നായിട്ട് വളർത്തിക്കളാന്നാ പറഞ്ഞത്. അയ്യോ, നിങ്ങൾ എന്തൊരു മഹാഭാവോ ചെയ്തത്. അവരൊരു രാക്ഷസി തള്ളയത്. അവരടുത്ത് നിങ്ങൾ ചെന്ന് പെട്ടല്ലോ. നിങ്ങളൊന്നും ചെയ്തില്ല. എന്നിട്ട് അവരാണെങ്കിൽ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്തെന്നറിയാവോ? ഈ കിളികളെ കൊല്ലുക എന്നുള്ള. കിളികളെല്ലാം കൊന്നു തിന്നും. അങ്ങനെയുള്ളവർ കയ്യിൽ തന്നെ കൊണ്ട് കൊടുത്തല്ലോ നിങ്ങൾ ആ പ്രാവുകളെ. അയ്യോ, നിങ്ങൾ പറഞ്ഞ സത്യമാണോ ചേട്ടാ? കിളികളെ കൊന്നു തിന്നുന്നവരുടെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുത്തോ ഞാൻ ആ പ്രാവിനെ? ഇനി എങ്ങനെ ഞാൻ എന്റെ പ്രാവുകളെ രക്ഷിക്കും? ഇവിടെ മല്ലയ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ആളിനെ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ, ഞാൻ പോയി. വണ്ടി ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ആ തള്ളയുടെ അടുത്തുനിന്ന് പോയി എന്റെ പ്രാവിനെ വാങ്ങിക്കട്ടെ. എന്റെ പ്രാവുകളെ തൊട്ട് അവരെ വിവരം അറിയും. തള്ളേ, നിങ്ങൾ ഇനി ഇറങ്ങി വാ, എന്റെ പ്രാവിനെ ഇങ്ങോട്ട് വാ. എന്താടി നിനക്ക് വേണ്ടത്? അയ്യോ, ഇതാരാ? ഞാൻ തന്നെ അടി. അയ്യോ, നിങ്ങൾ എന്റെ പ്രാവിനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എന്റെ പ്രാവിനെ വിട്ടു തരണം. നിന്റെ പ്രാവിനെ മാത്രമല്ല, നിന്നെ ഞാൻ പിടിച്ചു വെക്കാൻ പോവാ. കേറടി അകത്ത്. അയ്യോ, എന്റെ പ്രാവുകളെ എന്നെ ഒന്നും ചെയ്യല്ലേ. കേറടി. അയ്യോ, ഞാൻ എങ്ങനെ ഇതിനകത്ത് വന്നു? ഇന്ന് പ്രാവുകൾ മാത്രമല്ല എന്റെ ഭക്ഷണം, നീയും എന്റെ ഭക്ഷണമാ. അയ്യോ, എന്റെ പ്രാവുകളെ എന്നെ ഒന്നും ചെയ്യല്ലേ. അടുപ്പേ ഞാനൊരു കിളിയെ വെച്ചിട്ടുണ്ട്. നിന്റെ പ്രാവല്ല, ഞാൻ വേറെ പിടിച്ച കിളി. അത് വെന്ത് കഴിഞ്ഞ് ഞാൻ അത് പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം. നീ എവിടെ ഇരിക്കുക. അതിനുശേഷം നീയും നിന്റെ പ്രാവുകളെ ആയിരിക്കും ഞാൻ തിന്നാൻ പോകുന്നത്. പാവം, എന്റെ പ്രാവുകൾക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടും? ഓ, കിളികളെ ചുടുന്നതിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ രാക്ഷസ തള്ളയുടെ അടുത്തുനിന്ന് എന്റെ പ്രാവുകളെ കൊണ്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഹലോ ഹലോ, ആരത് വിളിക്കുന്നത്? ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ. ഞാനാ മല്ലയ്യ. നിങ്ങളാണോ മല്ലയ്യ? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് വന്നോ ഞാൻ. ഈ വാതിൽ ഞാൻ തുറന്നു തരാം. നിങ്ങൾ അതുവഴി ഈ പ്രാവിനെ കൊണ്ട് ഇറങ്ങ്. ആ, ശരി. എവിടെ പോയി അവളും ആ പ്രാവും? അയ്യോ, രാക്ഷസ തള്ള. നീ നിന്റെ പ്രാവിനെ കൊണ്ട് എവിടെ പോവാ? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചോ? നിങ്ങൾ ഈ പ്രാവിനെ കൊണ്ട് ആ വഴി ഓടിക്കോ. മല്ലയ്യ, നിങ്ങൾ തടസ്സം നിൽക്കരുത്. ഈ രാക്ഷസി തള്ളയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ അതുവഴി. മല്ലയ്യ, അവരെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങളെ.
എന്നാലും ഇത്ര രാത്രി ഇരുട്ടിയിട്ടും അവളെ കാണുന്നില്ലല്ലോ മക്കളെ. അവൾ എങ്ങോട്ടാ പോയെന്നാ പറഞ്ഞത്? അമ്മ എവിടെ പോയതാ അച്ഛാ? എങ്ങോട്ടാ പോയതെന്നൊന്നും പറഞ്ഞില്ല അച്ഛാ. പ്രാവിനെ എങ്ങാണ്ട് കൊണ്ട് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. എവിടെ പോയതെന്നൊന്നും അറിയാൻ വയ്യ. ഞാൻ രാവിലെ എനിക്ക് ടെൻഷനായിരുന്നു, തിരക്കായോണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞത്. അതിന് ഉടനെ എന്തിനാ അവളെ പ്രാവിനെ കൊണ്ട് പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാനും പറഞ്ഞു അച്ഛാ പോകണ്ട പോകണ്ടെന്ന്. കുട്ടുമോനെ കിടന്ന് കരച്ചിലായിരുന്നു രാവിലെ. എന്നിട്ട് അമ്മ കേട്ടതാ പ്രാവിനെ കൊണ്ട് പോയത്. അച്ഛനെ പിന്നെ വെറുതെ വഴക്കുണ്ടാക്കാൻ പോയത്. എന്തിനാ വെറുതെ അമ്മയുടെ വഴക്കുണ്ടാക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അമ്മ പ്രാവിനെ കൊണ്ട് പോയത്. ഓ, ഇനി എവിടെ പോയി കണ്ടുപിടിക്കും അവളെ? മോനെ കരയണ്ട മോനെ. അച്ഛനെ എങ്ങനെയാണ് കണ്ടുപിടിക്കാം അമ്മേ? എടാ അമ്മ എവിടെയെങ്കിലും പ്രാവിനെ കൊടുത്തിട്ട് തിരിച്ചു വരുവാടാ. നീ കിടന്ന് കരയാതെ. വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്ന അച്ഛാ. അവളാണോ അത്? ഹായ് അമ്മ വന്നു. അമ്മ ഇത്ര നേരം എവിടെയായിരുന്നു? അമ്മേ കുട്ടുമോനെ കരച്ചിലായിരുന്നറിയോ? ഇനി ഞാൻ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് നീ എന്തിനാണ് പ്രാവിനെ കൊണ്ട് പോയത്? ഓഹ് അങ്ങനെ പോയണ്ട് ചേട്ടാ. ഞാൻ ഒരുപാട് അനുഭവിച്ച് ഒരു വിധമാ ഞാൻ രക്ഷപ്പെട്ട് വന്നത്. എന്ത് പറ്റി അമ്മേ? ഓഹ് ഞാൻ പോയ വഴിക്കാണെങ്കിലേ ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഞാൻ ഇരുന്നേ അതിനുള്ള ചെയ്ത് വാങ്ങുമ്പോൾ അതിന് അങ്ങനെ ചേട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ആ മല്ലിക രാക്ഷസി ഒതുക്കി കാണുമായിരിക്കും. ആ മല്ലയ്യാന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനുണ്ടായിട്ടില്ല നീ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അയ്യോ ഫോൺ പോലും അമ്മ ഇങ്ങനെ എടുത്തില്ലായിരുന്നു രാവിലെ. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ആ പ്രാവൊക്കെ അവിടെ സുരക്ഷിതമായിട്ട് തന്നെ വളർന്നോട്ടെ കേട്ടോ. ഞാൻ ഒന്നും പറയത്തില്ല നിന്നെ കേട്ടോ. ആഹാ, അച്ഛനിപ്പോ രാവിലെ പരിപാടി മനസ്സിലായില്ലേ മക്കളെ? അച്ഛൻ ദേ പ്രാവിന് തീറ്റ കൊടുക്കും രാവിലെ. ഇനി മുതൽ എന്നും പ്രാവിന് തീറ്റ ഞാൻ തന്നെ കൊടുത്തോളാം കേട്ടോ.